ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര ആസ്വദിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര ആസ്വദിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും വൃഷ്ടിഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും വൃഷ്ടിഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. നിരച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിരച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രിയഗ്നിത്തോണതായി മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രിയഗ്നിത്തോണതായി മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിടയും നേരം പോലും കരുണയോടെ നമ്മയോർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിടയും നേരം പോലും കരുണയോടെ നമ്മയോർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര
നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താ നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ. നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താ ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്നവരുമായ ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദൻ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന് യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ജനം മരുഭൂമിയിലൂടെ വാഗ്ദത്ത കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്നേഹവാനായ ദൈവം അവർക്ക് കൊടുത്ത വചനമാണ്: അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഓരോ ഇസ്രായേൽ ജനത്തിനും കൃത്യമായി അറിയാവുന്ന സത്യമാണത്. അവരുടെ സ്വന്തം മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ഫറവോന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരതിഭയങ്കരമായ പീഡനത്തിലായിരുന്നു. അടിമത്തത്തിൽ അവർ വലഞ്ഞുപോയവരായിരുന്നു. അവർ മുറവിളി കൂട്ടി. ആ നിലവിളി ദൈവം കേട്ടു. അവരെ വിടിയിപ്പാൻ ദൈവം ഇറങ്ങി വന്നു. മിസ്രയീമിലെ വിഗ്രഹാരാധികളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതങ്ങൾ കാണിച്ചു. അവര് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, ദേവന്മാരും ദേവിമാരും, ആ ഓരോ ദേവനും ദേവിയും അവരെ വെറും മിഥ്യയാണെന്നും അവർ ജീവനില്ലാത്ത വെറും കൽപ്രതിമകളാണെന്നും സ്ഥാപിക്കാൻ തക്കവണ്ണം 10 ബാധകൾ മിസ്രയീമിൽ ദൈവം വരുത്തി. മോശ മുഖാന്തരമാണ്, പക്ഷേ ബാധകളെല്ലാം വരുത്ത ദൈവമാണ്. അവിടെ ദൈവങ്ങളെല്ലാം അബദ്ധങ്ങളാണെന്ന്, അവിടെ ദേവിമാരെല്ലാം നിർജീവരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി 10 ബാധകൾ അവിടെ വരുത്തി. എല്ലാ മിസ്രയീമർ കണ്ടതാണ്, അനുഭവിച്ചതാണ്. 10 ബാധകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, പൊക്കോ, നിങ്ങൾ പൊക്കോ. അവരെ വിട്ടു, ഇസ്രായേലത്തെ വിട്ടു. അവരെ വെടിവെക്കുവാൻ പ്രവർത്തിച്ചത് ദൈവമല്ലേ പ്രിയപ്പെട്ടവർ? ആ ദൈവമാണെന്ന് ഓരോ ഇസ്രായേൽക്കാരനും അറിയാൻ പാടില്ലേ? പക്ഷെ ദൈവം കൽപ്പിച്ചു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇതുപോലെ വെടിവെക്കുന്നവനായ ദൈവം ഫറവോന്റെ കിരാതമായ കരങ്ങളിൽ നിന്ന്, അവൻ്റെ ഭയാനകമായ അടിമത്തത്തിൽ നിന്ന് എത്ര നിലവിളിച്ചിട്ടും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അടിമത്തത്തിലായിപ്പോയി ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവമല്ലേ? എന്നാൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ദൈവം കൽപ്പിച്ചു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം ആശയോടെ വിളിച്ച് വേദനിച്ചവനായ അബ്രഹാം. ആ അബ്രഹാം ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തതാണ്. എന്നാൽ ഒരു സമയം വന്നപ്പോൾ ദൈവശബ്ദം കേൾക്കാതെയായി. അബ്രഹാം മിസ്രയീമിലേക്ക് പോയി. ദൈവമില്ലാത്ത മിസ്രയീമിലേക്ക്, ദൈവ ഭയമില്ലാത്ത ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വേർപാട് ആചരിക്കാറ്, ഞാൻ ആരാണെന്നും എൻ്റെ ദൈവം എന്തിനാണ് വിളിച്ചതെന്നും തിരിച്ചറിയാറ്, ദൈവത്തോട് ആലോചന ചോദിക്കാറ് ഇറങ്ങിപ്പോയ അബ്രഹാമിൻ്റെ പ്രതീകങ്ങളല്ലേ എന്നുള്ള വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ. ശാന്തമായ ദൈവമൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവർ, അവിടെ ചെന്ന് പാർക്കുന്ന അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഫറവോന്റെ കൊട്ടാരത്തിൽ എന്തൊരു ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. ദൈവിക ദർശനം അബ്രഹാമിനില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അബ്രഹാമിനില്ല. ദൈവത്തിനുള്ള ആരാധനയില്ല, സ്തുതിയില്ല, ദൈവമായുള്ള ബന്ധമില്ല, ദൈവിക സംസർഗമില്ല. ഒന്നും തിരിച്ചറിയാതെ അബ്രഹാം ജീവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു:
അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ തന്നെത്താൻ തെറ്റ് തിരുത്തി മടങ്ങി വരേണ്ടവനായ അബ്രഹാം നിർജീവനായി താമസിക്കുമ്പോൾ ദൈവം ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. ദൈവത്തിൻ്റെ വേദന ഒരു ദൈവവേദന തരം താന്ന അവിശ്വാസികളോട് ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ വേദന ഫറവോനെയും എൻ്റെ കുടുംബത്തെയും യഹോവ ബാധിച്ചു. ഫറവോൻ തിരിച്ചറിയുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് എതിരായി ബാധിച്ചിരിക്കുന്നല്ലോ എന്ന് ഫറവോൻ തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഇടപെട്ടു. എന്തുണ്ടായി? എബ്രായ ലേഖനം 13-4 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ഒരു വിശ്വാസിയുടെ കിടക്ക അത് വിശുദ്ധമായിരിക്കും, അത് നിർമ്മലമായിരിക്കണം. അവിടെ അന്യൻ കടന്നു വരരുത്, അന്യസ്ത്രീകൾ കടന്നു വരരുത്. എൻ്റെ പ്രിയപ്പെട്ടവർ, വിശ്വാസികളുടെ പിതാവാക്കുവാൻ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ തകർത്തുകൊണ്ട്, ആ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി എന്ന് ഇസ്രായേൽ ഫറവോന്റെ കൊട്ടാരത്തിൽ പോകാൻ കാരണം അബ്രഹാമിൻ്റെ വാക്കുകളല്ലേ? അബ്രഹാമിന് തെറ്റായ ചൂടുവെപ്പുകളല്ലേ? ദൈവജനമേ, അബ്രഹാമിനെ കുറ്റം പറയുവാനല്ല ഞാനിത് പറയുന്നത്. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇന്ന് ക്ഷമിക്കുന്ന കാലം, കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന കാലം, ദൈവത്തിലേക്ക് നിനക്ക് ധൈര്യമായി കടന്നു ചെല്ലാവുന്ന കാലം. കർത്താവേ, തെറ്റ് പറ്റിപ്പോയി എന്ന് നീ സമ്മതിച്ചാൽ, ഞാൻ പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുന്നു എന്ന് പാപത്തെ പുറത്തുപേക്ഷിച്ചാൽ ക്ഷമിക്കുന്ന കാലം, എല്ലാം പുറക്കുന്ന കാലം, ദൈവമെല്ലാം മറക്കുന്ന കാലം, നല്ല കാലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. കൃത്യമായ വചനം. ആരായാലും, എത്ര ഉന്നതനായാലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. മറക്കരുത്, അന്ത്യന്യായവിധി നാളിൽ ഓരോ വാക്കുകൾക്കും ന്യായവിധി ഉണ്ടാകും, ഓരോ പ്രവർത്തിക്ക് ന്യായവിധി ഉണ്ടാകും, ഓരോ ചിന്തകൾക്ക് ന്യായവിധി ഉണ്ടാകും, മനോഭാവത്തിന് ന്യായവിധി ഉണ്ടാകും. സംശയമൊന്നുമില്ല. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം 29 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി യഹൂദന്മാരോട് പറഞ്ഞു: നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അന്നത്തെ കാലത്തെ യഹൂദന്മാരോട്, യേശുവിനെ ചോദ്യം ചെയ്യുന്ന യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു: നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പുനരുദ്ധാനം, 2 പുനരുദ്ധാനം. നന്മ ചെയ്തവർക്ക് വേണ്ടി, അവർക്ക് നന്മ കൊടുക്കുന്നതിന് വേണ്ടി 1-ാമത്തെ പുനരുദ്ധാനം. 2-ാമത്തെ പുനരുദ്ധാനം. തിന്മ ചെയ്തവർക്ക് ന്യായവിധിക്കായി 2-ാമത്തെ പുനരുദ്ധാനം. സഹോദര, നിനക്ക് ഏത് പുനരുദ്ധാനമാണ് വേണ്ടത്? 2 പുനരുദ്ധാനമുണ്ട്. അത് രണ്ടും 2 സമയത്താണ്. 1-ാമത്തെ പുനരുദ്ധാനം നന്മ ചെയ്തവർക്ക്. എന്താണ് നന്മ? ദൈവം ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് ദൈവം എന്ത് കൽപ്പിക്കുന്നവർ അനുസരിക്കുന്നതാണ് നന്മ. അത് ദൈവം സൗജന്യമായി തരുന്ന സർട്ടിഫിക്കറ്റാണ്. നന്മ ചെയ്യുന്നതെല്ലാം ദൈവമാണ്. ആ ദൈവത്തിന് നീ ഹൃദയത്തിൽ ഇടം കൊടുത്താൽ ദൈവം തന്നെ മനോഹരമായി നടത്തിക്കൊള്ളും. പ്രവർത്തിക്കുന്ന ദൈവമാണ്, പക്ഷേ ക്രെഡിറ്റ് ചെയ്യുന്നത് നിനക്കാണ്. നിന്റെ നന്മയായ ദൈവം കണക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ അപാരം. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ അവനെ തന്നെ സ്വന്തം ജനമായി കാണുന്ന ദൈവം, അവനവർക്ക് പിതാവായിരിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നവനായ ദൈവം അവർക്ക് വേണ്ടി എല്ലാം കരുതുകയാണ്. അവർക്ക് വേണ്ടി സകലതും അധ്വാനിക്കുകയാണ്. പക്ഷേ ക്രെഡിറ്റ് എല്ലാം അവൻ ചെയ്തു എന്ന് ദൈവം കണക്കാക്കുന്നു. നന്മ ചെയ്തവർക്ക് ഓരോരുത്തർക്കും ജീവനായി പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വെളിപ്പാട് 20:6. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധി ആർക്ക് കിട്ടും? ഈ തലമുറയിൽ ആർക്ക് കിട്ടും? ദൈവം സൗജന്യമായ ഒരുവനെ നീതീകരിച്ച് പരിശുദ്ധാത്മാവാൻ ദൈവനെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അവൻ വിശുദ്ധനായി. സൗജന്യമായി കിട്ടുന്നതാണ്. കറ പറ്റിയ ചെളി പറ്റിയ ചെളിയിലുള്ള പന്നിയെ പോലെയുള്ള നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ, നായെപ്പോലെ ഛർദ്ദിച്ചത് ഭക്ഷിച്ച നീ ദൈവസന്നിധിയിലേക്ക് നീ ഇപ്പോൾ മടങ്ങി വന്നാൽ, കർത്താവേ ഇനി പാപത്തിലേക്ക് ഇല്ല, എന്നേക്കുമായി പാപത്തോടെ യാത്ര പറയുന്നു നീ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ, നിന്റെ കറ പറ്റിയ ചെളി പറ്റിയ വൃത്തിഹീനമായ ആരെ കണ്ടാലും അറയ്ക്കുന്ന നിന്റെ ആ വസ്ത്രത്തിന് മുകളിൽ എൻ്റെ കർത്താവ് നീതിയൻ വസ്ത്രം കൊണ്ട് പൊതിയുന്നു. അത് സൗജന്യമായ നീതീകരണം. ഒറ്റ കാരണം കൊണ്ടാണ്, വിശ്വസിച്ചാൽ മതി. പ്രിയപ്പെട്ടവര്, ദൈവം വിളിച്ചിറക്കിയ ദൈവവേദലായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അവൻ്റെ അതുവരെയുമുള്ള പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കൊടുത്തത് വിശ്വാസത്താലാണ്. അവൻ്റെ വിശ്വാസം മാത്രം നോക്കിയാണ്. മറക്കരുത്. ഇനി നിങ്ങൾക്കടുത്ത് വരാം. നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ഏത് കൊടുമ്പാപിക്കും വരാം. 7 ഭൂതങ്ങൾ ബാധിച്ച മക്തക്കാരത്തി മറിയയ്ക്കും വരാം. ഇന്ന് വരെയും തെറ്റിപ്പോയി എന്ന് ബോധ്യമുള്ളവർക്കും വരാം. ഗേദരദേശത്തെ ഭൂതഗ്രസ്തനും വരാം. ദൈവമക്കളെ, അവരെയും സ്വീകരിക്കുന്നവനായ ദൈവം, ദത്തെടുക്കുന്നവനായ ദൈവം, മുൻ നിയമിച്ചവനായ ദൈവം, സ്നേഹിക്കുന്നവനായ ദൈവം, നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, നന്മയെല്ലാം ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം? കറയും ചെളിയും പറ്റിയ ആഴത്തിൽ വീണുപോയ കൊടുമ്പാവിയായ ആ മുടിയമ്പുത്രനെ പോലെ പന്നിയുടെ വാളവര പോലും തിന്നാനല്ലാതെ നശിച്ചുപോയവനായ ആ മുടിയമ്പുത്രൻ അവൻ മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിച്ചവനായ പിതാവ്, സ്നേഹവാനായ ദൈവം, വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കുന്നു. മറക്കരുത്. ഏതാണ് ആ വസ്ത്രം? അവൻ്റെ ദേഹവനെതിരെ ശീല കീറി അവൻ നഗ്നത മറയ്ക്കുന്നു. വെളിമ്പ്രദേശത്തിന് ചോരയിൽ കുളിച്ചു കിടന്നപ്പോൾ നിന്നെ ആരും തിരിഞ്ഞു നോക്കാറ്, ആരും നിന്നെ സ്നേഹിക്കാറ്, നിന്നെ കഴുകാറ്, നിന്നെ വെച്ച് കെട്ടാറ്, നിന്നെ മുറിവുകൾക്ക് ചികിത്സിക്കാറ്, ഒരനാഥനെ പോലെ അർത്ഥപ്രാണനായി നീ മരുഭൂമിയിൽ കിടന്നപ്പോൾ നിന്നോട് സ്നേഹം തോന്നിയ നസ്രായനായ യേശു അവൻ്റെ ദേഹവന തിരശ്ശീല കീറി ആ നീതിயின் വസ്ത്രം കൊണ്ട് നിന്നെ പൊറപ്പിച്ച് ശത്രു നോക്കുമ്പോൾ നിന്റെ പഴയ പ്രകൃതങ്ങൾ ഒന്നും കാണാനില്ല, പഴയ പാപങ്ങൾ ഒന്നും കാണാനില്ല. നോക്കുമ്പോൾ നീതിயின் വസ്ത്രം പൊറിച്ചിരിക്കുന്നു. അതിനെ സംഘത്തിനായ ദാവീദ് പറയും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം അതിര് കടന്നുപോയത്, ഒരു വിശ്വാസിക്ക് വച്ചിരുന്ന അതിന് അപ്പുറം കടന്നുപോയത് ലംഘനമാണ്. ആ ലംഘനങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിരുന്നു. പാപം മറച്ചു തരുന്നു. പാപപ്രകൃതങ്ങൾ നീതിயின் വസ്ത്രം കൊണ്ട് പൊതിയുന്നു. പിശാച് നോക്കുമ്പോൾ ഒരു പാപം പോലും കാണാനില്ല, എല്ലാം മറച്ചു. ആര്? നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം, സൗജന്യമായ നീതീകരണം. ആ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവം വീണ്ടും കൊടുക്കുന്ന സൗജന്യമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. മാമോദിസയാൽ മുദ്ര കുത്തപ്പെട്ടവരും ജയകരമായ ശ്രീമായ രക്ഷിക്കപ്പെട്ടവരുമേ, എല്ലാം സൗജന്യം. ഒരു വാക്ക് നീ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സാത്താനെ വീക്ഷിക്കുന്നു, അവനെയും അവൻ്റെ സകല പ്രവൃത്തികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, അവനുമായി എന്നേക്കുമായി യാത്ര പറയുന്നു. മശിഹാരംപരാനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, അതറിയുന്നവനായ ദൈവം ആ ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ സമർപ്പണത്തിൽ കുഞ്ഞാട് തിരുരക്തം കൊണ്ട് തന്നെ കഴുകുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. വചനമാണ്, വാഗ്ദത്ത വചനമാണ്. സകല പാപവും ക്ഷമിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം സൗജന്യമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എന്തിന്? അവൻ പറഞ്ഞതായ വാക്ക് പാലിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയൂ എന്നറിയാവുന്നവനായ ദൈവം ഒരു യോഗ്യതയുമില്ലാത്തവന് ഒരു വാക്ക് പറഞ്ഞു, ഒരൊറ്റ സമർപ്പണം പറഞ്ഞു, ഒറ്റ കാര്യത്തിൽ നിത്യനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ്റെ മേലാക്കി കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിയെ ശുദ്ധീകരിക്കുന്നു. എത്രത്തോളം? നിത്യനായ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, ആ ദൈവത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക് അവനെ ശുദ്ധീകരിക്കുന്നു. നന്മ ചെയ്തവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരുന്നു. പ്രവർത്തിക്കുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ്. സഹോദര, നീ പുറകെ അങ്ങ് പോയച്ചാൽ മതി. നിനക്കൊരു വാഹനമുണ്ടെങ്കിൽ, നിന്റെ വാഹനത്തെ നിയന്ത്രിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ,
നീ എവിടെയെങ്കിലും വിശ്രമിച്ചോ, നീ എവിടെയെങ്കിലും കിടന്നു. വിശ്വസ്തനായ ഡ്രൈവർ തന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുമല്ലോ. വിശ്വസ്തനായ കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ, നിനക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കാര്യസ്ഥൻ, അവനെല്ലാം പ്രവർത്തിച്ചുകൊള്ളും. സഹോദര, ഒട്ടും സംശയിക്കണം. പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിലെങ്കിൽ അവൻ തന്നെ വഴി നടത്തിക്കൊള്ളും. അവൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവനെല്ലാം അറിയുന്നു. നിനക്ക് വരുവാൻ പോകുന്ന ആപത്തുകൾ അവൻ അറിയുന്നു. നിനക്ക് വരുന്നതായ കെടുതികൾ അവൻ അറിയുന്നു. നിനക്ക് വിശാചരിക്കുന്നതായ കെണികൾ അവൻ അറിയുന്നു. എല്ലാം അറിയുന്നവനായ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ നിനക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു. എല്ലാം നിവർത്തിക്കുന്നവനായ പരിശുദ്ധാത്മാവാൻ ദൈവം. അവൻ നിങ്ങൾ ആ ദൈവിക വിശുദ്ധിയിലേക്കും ദൈവിക നിർമ്മലതയിലേക്കും നടത്തും. സംശയിക്കണ്ട. എല്ലാം പരിശുദ്ധാത്മാവ് നിവർത്തിച്ചുകൊള്ളു. അവൻ വിശ്വസ്തനായ കാര്യസ്ഥനാണ്. പിതാവായ ദൈവം അയച്ചതായ പരിശുദ്ധാത്മാവ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം. സ്തോത്രം. എല്ലാം നിവർത്തിക്കും. ദൈവം ഇതിലെ നിന്റെ പേരിൽ കണക്കിടും. ആ നന്മയെല്ലാം നിൻ്റേതായി കണക്കിടും. അതാണ് ഇവിടെ വായിച്ചു കേട്ടത്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം പ്രാപിക്കാനുള്ള നാഴിക വരുന്നു. നിന്റെ നിത്യജീവനിലേക്ക് ആക്കി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സ്ഥലത്ത്, വാഗ്ദത്തങ്ങനാരിൽ ദൈവമൊരുക്കിയതായ സ്വർഗീയ ഭവനത്തിൽ, പുത്തനാം യെരൂശലേമിൽ അവിടെ തന്നെ എത്തിക്കും. എല്ലാം നിന്റെ നന്മയായിരിക്കും കണക്കാക്കും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ, എല്ലാം സൗജന്യദാനം. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവൻ, അവിശ്വാസിയായി ജീവിക്കുന്നവൻ, ഈ ലോകത്തിലെ അശുദ്ധിക്കും പാപത്തിനും തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്നത്, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എത്ര കുടിച്ചാലും ദാഹം തീരാത്ത ഈ ലോകത്തിലെ ജലം കുടിച്ചുകൊണ്ട് നടക്കുന്ന സഹോദര, നീ എത്ര കുടിച്ചാലും ദാഹം തീരുകയില്ല. നീ എത്ര പാപം ചെയ്താലും പാപം അറിയ നിനക്ക് തോന്നുകയില്ല. സാത്താൻ്റെ കൊടിയ വഞ്ചനയിൽ നീ ആയിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയിരിക്കുന്നത് ന്യായവിധി മാത്രം. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതായ സ്വർഗത്തിൽ നീ എത്താതിരിക്കാൻ കാരണം നീ ഈ തിന്മയെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് സന്തോഷം തന്നോ? ഇന്നുവരെ ഈ പാപത്തിൽ മുഴുകി ജീവിച്ചിട്ട് നിനക്കൊരു സന്തോഷം കിട്ടിയോ? നിനക്കൊരാശ്വാസം കിട്ടിയോ? നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടിയോ? നിന്റെ കിടക്ക നിർമ്മലമോ? നിന്റെ ഹൃദയവിചാരങ്ങൾ വിശുദ്ധമോ? ദൈവം നിന്നെ നോക്കി സന്തോഷിക്കുന്നുണ്ടോ? തിരുത്താൻ സമയമായോ? സഹോദരന്മാരെ, തിരുത്തുന്നില്ലെങ്കിൽ അവസാനം നിനക്ക് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ന്യായവിധി. എന്താണ് ന്യായവിധി? രണ്ടാമത്തെ പുനരുദ്ധാനം. അത് നിത്യശിക്ഷാവരിയാണ്. ഗന്ധകത്തുന്ന തീപ്പൊയ്കയാണ്. മറക്കരുത്. അതിനാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? അതിനാണോ ദൈവം നിനക്കിപ്പോൾ വചനം തരുന്നത്? അതല്ല പ്രിയപ്പെട്ടവരെ. എന്തിനത് തട്ടിക്കളയുന്നു? നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? അവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത്? പ്രിയപ്പെട്ടവരെ, പുറജാതി രാജാവായ ഫറവോൻ ദൈവം വിളിച്ച് പ്രവർത്തിച്ച ദൈവബദലായ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം ചെന്നു. എന്താണ് ഫറവോൻ ചോദിച്ചത്? എന്താണ് അബ്രഹാമിനോട് ഈ പുറജാതി രാജാവായ ഫറവോൻ ചോദിക്കുന്ന? ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. നീ എന്നോട് ഈ ചെയ്തത് എന്ത്? അവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത്? അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ദൈവമക്കളെ, പുറജാതി രാജാവ് അബ്രഹാമിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. നീ എന്തിനെന്നോട് കള്ളം പറഞ്ഞു? നിന്റെ ഭാര്യയായ ഇവൾ നിന്റെ ഭാര്യ നീ പറയാഞ്ഞതെന്ത്? ഇവൾ നിന്റെ സഹോദരി നീ എന്നോട് കള്ളം പറഞ്ഞതെന്ത്? വേദനാജനകമാണ്. വേദനാജനകമാണത്. ദൈവജനമേ, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവവൈതൽ, അവൻ എവിടെ ചെന്നാലും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവനാണ്, ദൈവനാമത്തിൽ നിൽക്കേണ്ടവനാണ്. എന്നാൽ ഇപ്പോൾ അബ്രഹാം തലതാഴ്ത്തി നിൽക്കുകയാണ്. പുറജാതി രാജാവായ ഫറവോൻ നീ എന്തിനെന്നോട് കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനാജനകമാണ്. നിങ്ങൾ പറയട്ടെ, ഇത്രയെല്ലാം പറഞ്ഞിട്ടും അബ്രഹാമിന് പാപബോധം വന്നില്ല. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാം ഭാഗത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം.
അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബിമേലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവമാണ്. അബ്രഹാം ചെയ്ത ഇതേ തെറ്റ് വർഷങ്ങൾക്ക് ശേഷം അബ്രഹാം വീണ്ടും ആവർത്തിച്ചു. ഗരാർ രാജാവായ അബീമേലേക്ക് ഈ സാറയെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെയും അബ്രഹാമിന് പാപബോധമില്ല. പുറജാതി രാജാവായ ഫറവോ നീ എന്തിനോട് കള്ളം പറഞ്ഞു അവൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചിട്ടും പാപബോധം കിട്ടിയില്ല. തനിക്കൊരു തെറ്റ് വന്നതായിട്ട് അബ്രഹാമിന് ബോധ്യം വരുന്നില്ല. ഒരു വിശ്വാസിയുടെ അധപ്പതനം നിങ്ങൾ കണ്ടോ? സഹോദര, ഇത് നിന്റെ പ്രതീകമല്ലേ? നിന്റെ സ്ത്രീയല്ലേ? ഇന്നത്തെ നിന്റെ സ്ത്രീയല്ലേ ദൈവം ഈ കാണിച്ചു തരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ അബ്രഹാമിനെ കുറ്റം പറയാനല്ല. സഹോദര, തിരുത്താൻ നിനക്കെന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നിനക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനാണ് ദൈവം ഈ വചനം തരുന്നത്. അവൻ നിൻ്റെ അരികിലുണ്ട്, അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കലുണ്ട്, അവൻ നിൻ്റെ ഓമനപ്പുറത്തിൽ വിളിക്കുന്നുണ്ട്. മകനെ, ഈ നിത്യനരകം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതല്ല, സാത്താനുമാരുടെ ധൈര്യത്തിനും വേണ്ടി ഉള്ളതാണ്. അവിടേക്ക് നീ പോകല്ലേ മകനെ. ദൈവം നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നുള്ളത് വചനമാണ്. കർത്താവായ യേശു തിരുവായി പൊഴിച്ച് പറഞ്ഞതാണ്. ദൈവം നിന്നെ നോക്കി ഇപ്പോൾ സന്തോഷിക്കണമെങ്കിൽ പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് വരിക. നീ ദൈവത്തോടെല്ലാം ഏറ്റുപറയുക. അബ്രഹാം അത് ചെയ്തില്ല. പ്രിയപ്പെട്ടവർ, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യനോട് ചേർത്ത് നമുക്ക് വായിക്കാമോ? ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം, എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. ഉണ്ടോ? അബ്രഹാം അബീമേലെക്കിനോട് കള്ളം പറഞ്ഞതിന് നീ എന്തിനെന്നോട് കള്ളം പറഞ്ഞു എന്ന് അബീമേലെക്ക് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ന്യായമരാണ്. ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം, എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും വേണ്ടി ഞാൻ നിരൂപിച്ചു. കണ്ടോ? അതേ പാപം പിന്നെയും ആവർത്തിക്കുന്നു. ആ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കാൻ അധ്വാനിക്കുന്നവനായ ദൈവം ഈ അബ്രഹാമിനെ നോക്കി എന്തുമാത്രം കരഞ്ഞു കാണും? ശാന്തമായി ചിന്തിക്കുക. ദൈവജനമേ, ഞാനൊരു അപ്പനാണ്, ഞാനൊരു വല്യപ്പനാണ്, എനിക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ട്. അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ കാണുമ്പോൾ എൻ്റെ ഉള്ളം കരയാറുണ്ട്. ഒരു മനുഷ്യൻ കരയുന്നുണ്ടെങ്കിൽ ദൈവം വിളിച്ച് വേദനിച്ച ദൈവവേദിലായ അബ്രഹാമിൻ്റെ തെറ്റ് തിരുത്താതെ, പാപബോധം കിട്ടാതെ, കരിങ്കലുപോലുള്ള ഹൃദയവുമായി അബ്രഹാം ജീവിക്കുന്നത് കണ്ട് ദൈവം എത്ര കരഞ്ഞു കാണും? സഹോദര, ആ മുഖത്തേക്കൊന്ന് നോക്കാമോ? ഇപ്പോൾ നിനക്ക് കർത്താവിൻ്റെ പൊന്മുഖത്തേക്കൊന്ന് നോക്കാമോ? നിന്നെ നോക്കി കരയുന്ന കർത്താവിന് ഒരു ആശ്വാസം കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവവേദിലേ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയും, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഒരു ജഡീയനായ മനുഷ്യന്റെ ചിന്ത അത് മരണമാണ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. സഹോദര, നീ ജഡീകനോ ആത്മീയനോ? ഇതിനെ നിയന്ത്രിക്കുന്നത് ശത്രുവായ പിശാചോ അതോ പരിശുദ്ധാത്മാവോ? കടത്താൻ ഒരു വിഷമവും ഇല്ലല്ലോ. എൻ്റെ ചിന്തകൾ നോക്കിയാൽ മതി. എൻ്റെ ചിന്തകൾ വിശുദ്ധങ്ങളാണോ? എൻ്റെ വിചാരങ്ങൾ ദൈവത്തെ പ്രസാദിക്കണമെന്നുള്ള ആഗ്രഹമാണോ? എന്ന് എപ്പോഴും എൻ്റെ ലക്ഷ്യം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണോ? എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലവായി പോകണമെന്നുള്ളതാണോ? അതെൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണോ? എൻ്റെ കാര്യം നടക്കണം. അവൻ്റെ കാര്യം എങ്ങനെയായാലും എൻ്റെ കാര്യം നടക്കണം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയും, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. സഹോദര, അതിൻ്റെ കാര്യമാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നീ ജഡസ്വഭാവത്തിലാണോ? ഹൃദയത്തെ സാത്താൻ ഇടം കൊടുത്തുകൊണ്ട് നീ ജീവിക്കുകയാണോ? നീ പള്ളിയുടെ മധ്യത്തിൽ നിന്നാലും കൂട്ടായ്മയുടെ നടുക്ക് നിന്നാലും നീ എത്രയെല്ലാം നല്ലവനാണെന്ന് മാനിച്ചാലും അഭിനയിച്ചാലും ദൈവം പ്രസാദിക്കുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നീ എത്ര ഭക്തിയുടെ വേഷം കെട്ടിക്കൊണ്ട് സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ചാലും നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം സന്തോഷിക്കുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 28-13 വളരെ വ്യക്തമായി നാം ഓർപ്പിക്കുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനം വരാത്ത മനുഷ്യനില്ല, പാവമില്ലാത്ത മനുഷ്യനില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കണ്ണുകളെ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല.
എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരാത്തവരായി തീർന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ കാണുന്നതാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവം കാണുന്ന കാഴ്ചയാണ്. സഹോദര, മറയ്ക്കാൻ നോക്കല്ലേ, നീ അതിനെ മറച്ചു പിടിക്കാൻ നോക്കല്ലേ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഹൃദയങ്ങളെ തുറക്കാം, നമുക്കിടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കാം. എല്ലാം അറിയുന്നവനായ ദൈവമേ, എൻ്റെ പ്രവർത്തികൾ മാത്രമല്ല, എൻ്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും ചിന്തകളും അറിയുന്നവനായ ദൈവമേ, നിൻ്റെ സന്നിധിയിലാണല്ലോ ഞാൻ എവിടെ പോയി മറയും, ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ എവിടെ നിൻ്റെ കൈ എന്നെ നടത്തും? ഞാൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും നീ എന്നെ കാണും. സൃഷ്ടാവായ ദൈവമേ, നീ അറിയാതെ ഒന്നുമില്ല, നീ എല്ലാം അറിയുന്നു, നീ എല്ലാം കാണുന്നു. കർത്താവേ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, നിൻ്റെ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുന്നു, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. എൻ്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഓൾറെഡി എല്ലാം അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സകലമായ മനുഷ്യരും കേൾക്ക് അതൊരിക്കൽ റീപ്ലേ ചെയ്യുമല്ലോ, ഒരിക്കൽ ന്യായം വിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ നേരെ ന്യായവിധിയിൽ വരുമ്പോൾ എനിക്ക് മറുപടി ചെയ്യാൻ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരുമല്ലോ. കർത്താവ്, എന്നാൽ ഇപ്പോൾ കൃപായുഗത്തിൽ കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഈ സമയം, കർത്താവ്, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, അനുതാപത്തോടെ വരുന്നു, തകർന്ന ഹൃദയത്തോട് വരുന്നു. പാപിയാണെന്ന് 100% സമ്മതിച്ചുകൊണ്ട് വരുന്നു. ഈ നിമിഷം വരെ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി എന്ന്, നിൻ്റെ നാമത്തെ അശുദ്ധമാക്കിയെന്ന്. കർത്താവെ, ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു. എനിക്ക് മോചനമുണ്ടോ കർത്താവെ? എനിക്കിതിൻ്റെ വീണ്ടെടുപ്പുണ്ടോ? എനിക്കൊരു സ്വർഗം നീ തരുമോ? ഞങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് ചോദിക്കാമോ? മോനെ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ക്രൂശിൽ മരിച്ചത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ രക്തം ചെന്തിയത്? നിനക്ക് വേണ്ടിയല്ലേ എൻ്റെ തിരുവിലാവ് ഞാൻ തുറന്നത്? ചോദിക്കും. സഹോദര, ആശയോടെ നിന്നെ വിളിച്ച് വേദനിച്ച ദൈവം അവൻ്റെ ഇടത്തെ തിരുമാറുക തുറന്ന് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴിക്കുക നിനക്ക് വേണ്ടിയല്ലേ, നിനക്ക് കുടിക്കാനല്ലേ, നിന്നെ കഴുകാനല്ലേ? ഇപ്പോൾ ശുദ്ധീകരിക്കേണ്ട സമയം നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ സമയം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശത്രുവിനെ ഞങ്ങളിത് മത്സിച്ചകറ്റണമേ, ശത്രുവിൻ്റെ സകല അവകാശത്തെ ഞങ്ങളിത് നീക്കണമേ, ഞങ്ങളിതിൻ്റെ സ്വന്തമാക്കി തീർക്കണമേ. അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ രാജാവായി, ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ ഉടയവനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, ഞങ്ങളുടെ സർവസ്വമായി, ഞങ്ങളുടെ അപ്പനായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുമാറാകണമേ. രണ്ടാമത്തെ വരവിനായി ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.